Chris Gilbert in Caracas, Venezuela. Here we are near Miraflores Palace. People have come together to defend the Bolivarian process, to defend the government, to defend our President Nicolas Maduro. Last night at approximately 2 a.m. in the morning, we were bombed by the United States of America. The greater Caracas area was struck at a number of locations. People were killed, buildings were destroyed, infrastructure was destroyed, and they unfortunately terribly seized President Nicolas Maduro and his wife. They kidnapped them and took them to the United States. We reject this violation of our sovereignty, our dignity, and our right to pursue our own path forward. Down with U.S. imperialism. കഴിഞ്ഞ ആഴ്ച വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോനെ US കടത്തിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KP സേതുനാഥാണ്. സർ, കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളോ ഒന്നും നമ്മൾ ലോകത്തിൽ കേട്ടിട്ടില്ല. ഇപ്പോൾ പ്രസിഡന്റിനൊപ്പം പ്രസിഡന്റിന്റെ ഭാര്യനെയും US കടത്തിക്കൊണ്ടുപോകും. അതിന് അവർ പല കാരണങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രസിഡന്റിനെ ഒരു US കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്നുള്ള വാർത്ത ഇപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യണ വരെ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ, ഈ ഡെവലപ്മെന്റ്സിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഈ ഡിസ്കഷൻ ചാനലിലേക്ക് വരുമ്പോഴത്തേക്ക് നിക്കോളാസ് മഡൂരോയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവും. ന്യൂയോർക്ക് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഇത് വളരെ കാലമായിട്ട് ഈ രാജ്യത്തിനെതിരെ, വെനസ്വേലയ്ക്കെതിരെ നടക്കുന്ന വളരെ സംഘടിതമായ ഒരു ക്യാമ്പയിൻ്റെ അവസാനമാണ് ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി നടന്നത്. ഒരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും കിഡ്നാപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടന്നത്. സാധാരണഗതിയിൽ ഇതിന് സമാനമായൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് പനാമ എന്ന് പറയുന്ന രാജ്യത്ത് ഇതുപോലെ തന്നെ അമേരിക്ക നടത്തിയതാണ്. അന്നത്തെ ആ പനാമൻ പ്രസിഡന്റിനെ ഇതുപോലെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്നതാണെന്ന് ഇപ്പം അമേരിക്കൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗിക വക്താക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതുപോലുള്ളൊരു കടന്നുകയറ്റം അവർ ഈ നിലയിലുള്ളൊരു കടന്നുകയറ്റം, അതായത് പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക എന്ന് പറയുന്ന ഒരു പ്ലാന് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ അവർ വളരെ കൃത്യമായി നടപ്പിലാക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഇതെങ്ങനെയാണ് വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ളൊരു രാജ്യമായി മാറിയെന്നുള്ളതിന് ഒരു ചരിത്രം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്ന 1998 ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന ഒരു മുൻ സൈനിക ഓഫീസർ വെനസ്വേലയിലെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ആ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം. ആദ്യമായിട്ടാണ് വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളക്കാരനല്ലാത്ത, അതായത് പഴയ വെനസ്വേലയുടെ കൊളോണിയൽ മേധാവികളായിരുന്ന സ്പാനിഷ് വംശജരുടെ അനന്തരാവകാശികളല്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാൾ അവിടുത്തെ പ്രസിഡൻ്റായി വരുന്നത്. അപ്പോൾ അയാൾ അവിടെ പ്രസിഡൻ്റായി വന്നു എന്ന് മാത്രമല്ല, വെനസ്വേലയിൽ അതുവരെ നടന്നിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളിൽ വളരെ സമൂലമായ ഒരു പൊളിച്ചെഴുത്തും കൊണ്ടുവന്നിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വെനസ്വേലയുടെ ഏറ്റവും വലിയ സമ്പത്ത് പെട്രോളിയം എണ്ണയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് പെട്രോളിയം വെനസ്വേലയിൽ കണ്ടെത്തുന്നത്. അന്ന് മുതൽ ഇതിൻ്റെ ആധിപത്യം മുഴുവൻ തന്നെയും നോർത്ത് അമേരിക്കൻ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ള കമ്പനികളാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ നിയന്ത്രണം വെനസ്വേലയെ പോലെയുള്ളൊരു രാജ്യവും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും 19-ാം നൂറ്റാണ്ടിൽ തന്നെ സ്വതന്ത്ര രാജ്യങ്ങളായി, പൊളിറ്റിക്കലി സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയെങ്കിൽ അതിൻ്റെ ആ സ്വതന്ത്ര രാജ്യമായി മാറുമ്പോഴത്തേക്ക് തന്നെയും, അതായത് സ്പാനിഷ് കൊളോണിയലിസത്തിൽ നിന്ന് അവർ സ്വതന്ത്ര രാജ്യങ്ങളായി മാറി. പക്ഷേ ആ സ്വതന്ത്ര രാജ്യങ്ങൾ എല്ലാം തന്നെ അമേരിക്കയുടെ ആധിപത്യത്തിന് കീഴിൽ വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടും അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഒരു പ്രക്രിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം എടുക്കാം. നമുക്ക് ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സൈമൺ ബൊളീവറാണ് വെനസ്വേല അടക്കം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ തന്നെയും സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് പോരാട്ടങ്ങളിലൂടെ മോചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ ഇതായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരൊറ്റ രാജ്യമായിട്ട് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഓരോരോ രാജ്യങ്ങളായി നിൽക്കുന്നതിന് പകരം ഒരു ഐക്യത്തോടെ നിൽക്കുന്ന ഒരൊറ്റ രാജ്യമായി നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ അമേരിക്ക നമ്മളെ മുഴുവൻ തന്നെയും വിഴുങ്ങുമെന്ന് പറയുന്നു, അതായത് നോർത്ത് അമേരിക്ക.
അവർ പറയുന്ന, അവരുടെ ഭാഷയിൽ പറഞ്ഞ യാങ്കികളെന്ന് പറയുന്ന, അവർ വിളിക്കുന്ന യാങ്കി ഇമ്പീരിയലിസം നമ്മളെ മുഴുവൻ വിഴുങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഈ വെനസ്വേല, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന്, അതായത് ബ്രസീലിൻ്റെയും പെറുവിൻ്റെയും ചില ഭാഗങ്ങളും കൂടെ ചേർന്ന് ഒരൊറ്റ രാജ്യമായിരുന്നു അത്. പക്ഷേ അത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ശിഥിലമായി മാറുകയും അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് 98 ഷാവേസ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ എല്ലാ തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടായിരിക്കും പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം വെനസ്വേലയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ, അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം വന്നത്. അത് മുതലാണ് വെനസ്വേല ലോകത്തിൻ്റെ മുന്നിൽ ഒരു മോശം രാഷ്ട്രമായി മാറി എന്നുള്ള നിലയിലുള്ള ചിത്രീകരണം വരുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ വേണം നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന മദുരോയെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും കിഡ്നാപ്പ് ചെയ്ത അമേരിക്കയുടെ നടപടിയെ വീക്ഷിക്കേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും, ഇപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വീക്ഷണങ്ങളും നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ നടക്കും, ഈ വിദേശത്തു നിന്നും എല്ലാവിടെ നിന്നും സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു ഇൻസിഡൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തിട്ടും കൊണ്ടുള്ള. ഇപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നവരോ അല്ലെങ്കിൽ എതിർത്തിട്ട് പറയുന്നവരോ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന പല യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ യുക്രൈനിൽ റഷ്യ ആക്രമിച്ച സമയത്ത് നിങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അന്ന് നിങ്ങൾ റഷ്യയുടെ ഒപ്പം അല്ലേ നിന്ന്, അങ്ങനെയാണെങ്കിൽ ഇന്ന് US-ൻ്റെ ഒപ്പം നിൽക്കണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ ഇതിനൊരു മറുചോദ്യം പോലെ, എന്നാൽ പിന്നെ നാളെ പലസ്തീനിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ട് നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുക പറഞ്ഞ അങ്ങനെ ഒരു ചോദ്യവും മറുചോദ്യവും തമ്മിൽ ഇങ്ങനെ മാറി മാറി നടക്കുക. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്റർനാഷണൽ ലോ, അതിൻ്റെ പ്രസക്തി, അതിന് ഇതിലൊന്നും ഒരു റോളില്ലേ, അല്ലെ ഇതിനൊക്കെ അപ്പുറത്ത് അല്ലേ അമേരിക്ക, അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അല്ലേ ഇതിൽ വരുന്നത് എന്നുള്ളത്. ഉക്രൈനിൻ്റെ റഷ്യൻ അധിനിവേശവും കഴിഞ്ഞ ദിവസം അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ കടന്നാക്രമണവും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. കാരണം ചരിത്രമോ ഭൂമിശാസ്ത്രമോ ഭൗമരാഷ്ട്രീയമോ കൊളോണിയലിസമോ ഇതിനെക്കുറിച്ചിട്ടൊന്നും പ്രാഥമികമായ ധാരണയില്ലാത്തവരായിരിക്കും ഈ ഒരു തരത്തിലുള്ളൊരു കമ്പാരിസൺ നടത്തുന്നത്. കാരണം ഈ വെനസ്വേലയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെനസ്വേലയിൽ കഴിഞ്ഞ 100 വർഷമായിട്ട് ഓയിൽ കണ്ടെത്തിയ അന്ന് മുതൽ അവിടുത്തെ ഓയിൽ എന്ന് പറയുന്ന അവരുടെ പ്രധാന വിഭവ സ്രോതസ്സിനെ മുഴുവൻ കൈയടക്കി വച്ചിരുന്നത് അമേരിക്കൻ നിയന്ത്രിത കമ്പനികളാണ്. ഈ കമ്പനികളുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ആണ് 98 ഷാവേസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെ മാറ്റിയെടുക്കുന്നത്. അതിനകത്തു നിന്നുള്ള വരുമാനം അവിടുത്തെ ഏറ്റവും താഴ്ന്ന മനുഷ്യരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്ന നിരവധി പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. ഷാവേസ് ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യനാണെന്നോ ഷാവേസിൻ്റെ ഭരണകൂടം ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ഭരണകൂടമായിരുന്നു എന്നോ അല്ല അതിൻ്റെ അർത്ഥം. ആദ്യമായിട്ട് വെനസ്വേലയിലെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ നാച്ചുറൽ റിസോഴ്സസ് നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ ക്ഷേമത്തിനായി കുറച്ചെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം വന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം. പിന്നെ ഇനി നമ്മൾ വെനസ്വേലയെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് വെനസ്വേലയെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു പുസ്തകം ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ളത് ഒരെണ്ണമെന്ന് പറഞ്ഞാൽ അലൻ മക്ലോയിഡ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് എഴുതിയതാണ്. അദ്ദേഹം ഇത് 2018 വന്നതാണ്, ബാഡ് ന്യൂസ് ഫ്രം വെനസ്വേല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വെനസ്വേലയെ കുറിച്ചിട്ട്, നമ്മളിപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കേരളത്തിലിരിക്കുന്ന ഒരാൾ വെനസ്വേലയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അഭിപ്രായം എങ്ങനെയാണ് നമ്മൾ സ്വരൂപിക്കുക? നമ്മൾ ഈ വാർത്തയും നമ്മുടെ അഭിപ്രായവും നമ്മുടെ വീക്ഷണവും മുഴുവൻ സ്വരൂപിക്കുന്നത് 90% ഈ വെസ്റ്റേൺ കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ്. ആ ഇൻഫർമേഷൻ എങ്ങനെ രൂപപ്പെടുന്നു, എങ്ങനെയാണ് അതിൻ്റെ ബയാസ്, അതിൻ്റെ പക്ഷപാതങ്ങൾ, അതിൻ്റെ വിവേചനങ്ങൾ രൂപപ്പെടുന്നു എന്ന് പരിശോധിക്കുന്ന ഒരു കൃതിയാണ് ഈ ബാഡ് ന്യൂസ് ഫ്രം വെനസ്വേല എന്ന് പറയുന്ന മക്ലോയിഡിൻ്റെ പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളിപ്പം നമ്മുടെ ഇതിലേക്ക് കൊടുക്കുന്നുമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് 7 പ്രമുഖ ദിനപത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, ദ ഗാർഡിയൻ, മിയാമി ഹെറാൾഡ് തുടങ്ങിയ 7 പ്രമുഖ ദിനപത്രങ്ങളിൽ വന്ന ഉള്ളടക്കങ്ങൾ, പിന്നെ അതല്ലാത്ത ചില ലെഫ്റ്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന ചില പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ഉള്ളടക്കം, ഇതൊന്നും അല്ലാത്ത മധ്യമാർഗത്തിൽ പോകുന്നു എന്ന് പറയുന്ന, ഇങ്ങനെ
വരുന്ന ഏതാണ്ട് 500-ലധികം ഉള്ളടക്കങ്ങൾ പരിശോധനാ വിധേയമാക്കിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ഒരു ഇത് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 27ഓളം ജേർണലിസ്റ്റുകളും അക്കാഡമിക് വിദഗ്ധരും ആയിട്ട് നടത്തിയുള്ള അഭിമുഖവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ എങ്ങനെയാണ് ഒരു പ്രത്യേക നറേറ്റീവ് രൂപപ്പെടുന്നതെന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള, അത് രൂപപ്പെടുന്നതിൻ്റെ രീതിശാസ്ത്രം മാത്രമല്ല, അത് എങ്ങനെയാണ് നിത്യേന എന്നോണം ആവർത്തിക്കുന്നതെന്നുള്ള ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതിപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് വെനിസ്വേലയെക്കുറിച്ച് മാത്രമല്ല ഈ പുസ്തകം ആ നിലയിൽ, വെനിസ്വേലയെക്കുറിച്ചിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പഠനമാണെങ്കിലും ഇത് ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളെയും മറ്റ് പല മേഖലകളിലെയും നടക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം നടക്കുന്ന മീഡിയ നറേറ്റീവുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു രീതി കൂടി ഇതിലൂടെ നമുക്ക് വെളിപ്പെടുന്നു എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെസ്റ്റേൺ മീഡിയ എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും കാണുന്ന, നമ്മൾ സ്വതന്ത്രവും നിഷ്പക്ഷവും എന്ന് പറയുന്ന മാധ്യമങ്ങൾ എങ്ങനെയാണ് വെനിസ്വേല ഷാവേസിന് ശേഷം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രമായി മാറി എന്നുള്ള ഒരു നറേറ്റീവാണ് അവർ നിരന്തരം ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നറേറ്റീവിന് അനുയോജ്യമായ നിലയിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ നിലയിലേക്ക് മാത്രമായിട്ട് ചുരുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. വേറൊരു തരത്തിലുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വസ്തുതകളോ അവരൊരു തരത്തിലും പരിഗണിക്കുന്നില്ല. അല്ലെങ്കിൽ വെനിസ്വേലയിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വന്ന, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വന്ന പുരോഗതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയും അതിൽ ഒരിക്കലും തന്നെയും ഈ മീഡിയ നറേറ്റീവുകളുടെ ഭാഗമാവുന്നില്ല. പിന്നെ ഈ മീഡിയ നറേറ്റീവുകൾ ഇപ്പം ഇത് ഒരു വാക്യൂമിലല്ല, ഒരു ശൂന്യതയിലല്ല സംഭവിക്കുന്നത്. വെനിസ്വേല പോലെയുള്ള ഒരു ലോകത്തിലെ ഏറ്റവും അധികം ഓയിൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യം തന്നെ ഏറ്റവും കൂടുതൽ ദരിദ്രരായ ജനങ്ങളുള്ള ഒരു രാജ്യം കൂടെയാണ്. ഇത് അതിൻ്റെ ആ രാജ്യത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫിയിൽ, അതിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ തന്നെയുണ്ട്. ഇപ്പം വെനിസ്വേലയുടെ തലസ്ഥാനമായ കാരക്കസ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്താണ് വെനിസ്വേലയിലെ അതിസമ്പന്നർ, അതായത് ഈ സ്പാനിഷ് കൊളോണിയൽ മേധാവികളുടെ പിന്മുറക്കാരായ സമ്പന്നർ താമസിക്കുന്ന ഇടം. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ വില ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ വിലയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഫെരാരി കാറിൻ്റെ ഷോറൂമുകളും അങ്ങനെ അതിസമ്പന്നതയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ താമസിക്കുന്ന ഈ മനുഷ്യർക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കുന്നുകളുടെ താഴ്വാരങ്ങളിൽ ഉള്ള ചേരികളിലാണ് ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും, അല്ലെങ്കിൽ ഷാൻറ്റി ടൗൺസ് എന്ന് പറയുന്ന വെച്ചുകെട്ടുകളിലാണ് ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ താമസിക്കുന്നത്. അതായത് വെനിസ്വേലയിലെ ഏതാണ്ട് 90% ജനങ്ങളും ഈ പറയുന്ന ചേരി പ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ജനങ്ങളും തമ്മിൽ, അതായത് ഈ കിഴക്കൻ മേഖലയിലെ സമ്പന്നരുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ ജീവിക്കുന്ന ഈ സമ്പന്നരും ഈ പറയുന്ന ഷാൻറ്റി ടൗണുകളിൽ ജീവിക്കുന്നവരും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സാമൂഹികമായിട്ടുള്ള നിരവധി പ്രോബ്ലംസും ഉള്ള രാജ്യമാണ്. ഇപ്പം കുറ്റകൃത്യങ്ങളുടെ കാര്യം, സംഘടിതമായ വയലൻസ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഇതിലെല്ലാം തന്നെ മാറ്റം വരുന്ന നിലയിലുള്ള ഒരു ചെറിയ തുടക്കമായിരുന്നു ഷാവേസിൻ്റെ ഭരണകൂടത്തിൻ്റെ സമയത്തുണ്ടായത്. ഷാവേസിൻ്റെ ഭരണകൂടം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 2013 മടഞ്ഞതിന് ശേഷം വന്നതാണ് ഈ നിക്കോളാസ് മദൂരോ എന്ന് പറയുന്ന ആളിൻ്റെ ഭരണം. ഏതാണ്ട് ഇവരെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഈ എണ്ണ സമ്പത്തിൽ നിന്നുള്ള വരുമാനം സാധാരണക്കാരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ നയത്തിൻ്റെ ഇതിന് വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഇപ്പം വെനിസ്വേലയിലെ ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ മുഴുവൻ തന്നെയും ഒരു സമയത്ത്, അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ഒരുപാട് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്നു. ഇക്കഡോറിൽ വന്നു, ബൊളീവിയയിൽ വന്നു, ബ്രസീലിൽ വന്നു, അർജൻറ്റീനയിൽ വന്നു. എന്നാണ് പിങ്ക് ടൈഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു തരംഗം, ഇടതുപക്ഷ അല്ലെങ്കിൽ ഉള്ള തരംഗം അവിടെയെല്ലാം അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതോടുകൂടിയിട്ട് അപ്പോൾ അതിനെല്ലാം മാതൃകയായിട്ട് വന്നത് വെനസ്വേലയാണ്. അതുകൊണ്ട് വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള വലിയൊരു
ക്യാമ്പയിൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് ഏറ്റവും രൂക്ഷമാവുന്നത് ഷാവേസ് മരണമടഞ്ഞതിന് ശേഷം ഈ നിക്കോളാസ് മഡൂരോ എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിലേറ്റതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. അയാൾ ആദ്യം ഒരു ഹിപ്പി ആയിരുന്നു, പിന്നെ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു, അവിടെ നിന്നാണ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും ഇതായിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഈ നെഗറ്റീവ് കമൻറ്റുകളിൽ മുഴുവൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന താഴ്ന്ന തട്ടിലുള്ള ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടാണ്. ഒരു ബസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സാധനം. കാരണം ലാറ്റിൻ അമേരിക്കയിലെ ഈ പറയുന്ന സ്പാനിഷ് സമ്പന്നരുടെ അല്ലെങ്കിൽ ആ ഒളിഗാർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ ഇവിടുത്തെ ബ്രാഹ്മണൻ്റെ അതേ അവസ്ഥയാണ്. അത്രയും ആ നിലയിലുള്ള വംശീയവും മറ്റതുമായിട്ടുള്ള ഒരു വിശുദ്ധവാദത്തിൻ്റെ കക്ഷികൾ കൂടെയാണ് അവർ. ആ വംശീയവും വർഗപരവുമായിട്ടുള്ള എല്ലാ ഡിഫറൻസസും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനമായി പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് മാധ്യമങ്ങൾ. കാരണം ഈ വെനസ്വേലയിലെ മാധ്യമങ്ങൾ മുഴുവൻ തന്നെയും അവിടുത്തെ ഏറ്റവും വലിയ അതിസമ്പന്നരുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ടെലിവിഷൻ ആയാലും പത്രങ്ങളായാലും ശരി. അപ്പോൾ ഒരു കാലത്തും അവർ ഒരിക്കൽ തന്നെയും ഈ പറയുന്ന ഷാവേസ് ഭരണകൂടത്തിനോ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഭരണകൂടത്തിനോ അനുകൂലമായിട്ടുള്ള ഒരു വാർത്തകൾ ഒരിക്കലും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സ്റ്റേജിൽ ഈ പറയുന്നത് പോലെ ഈ ലോകത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു മുഴുവൻ സംഭവങ്ങളിലും ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഈ മിക്ക വിദേശ പത്രങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളിന്ന് പറയുന്ന മിക്ക വിദേശ പത്രങ്ങൾക്ക് ഇപ്പോൾ അവിടെ സ്വന്തം ലേഖകരില്ല. അവരെല്ലാം തന്നെ ഈ വെനസ്വേലയിലുള്ള ഈ സ്ട്രിങ്ങേഴ്സ് അല്ലെങ്കിൽ പാർട്ട് ടൈം ലേഖകരായിട്ടാണ് ഇവരുടെ മുഴുവൻ കണ്ടൻറ്റും അല്ലെങ്കിൽ ഉള്ളടക്കവും ഇവരെടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ലേഖകരെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതിസമ്പന്നരുടെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ താമസിക്കുന്നവരാണ്. ഈ പ്രൊട്ടക്റ്റഡ് ഈ പറയുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ താമസിക്കുന്നവരാണ്. അവർക്ക് ഒരിക്കൽ തന്നെയും വെനസ്വേലയിലെ സാധാരണ ജീവനക്കാരുടെ ജീവിതവുമായിട്ട് ഒരു തരത്തിലും ഒരു ബന്ധവുമില്ല എന്നാണ് ഈ മക്കലോയിഡിൻ്റെ പുസ്തകം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു മീഡിയ നറേറ്റീവ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു നറേറ്റീവ് ലഭിക്കണമെങ്കിൽ നമ്മൾ അതുപോലുള്ള ഏതെങ്കിലും വളരെ പോപ്പുലർ അല്ലാത്ത നിലയിലുള്ള മറ്റ് മാധ്യമങ്ങളിൽ പോയി അതിനുമായിട്ട് വേണ്ടി സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്തേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കണ്ടെത്തലുകളിലാണ് ഈ മക്ലോയിഡിനെ പോലെയുള്ള കക്ഷികളുടെ വിവരങ്ങളും അല്ലെങ്കിൽ അവരുടെ എഴുത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളടക്കവും വരുന്നത്. അപ്പോൾ ഒന്ന്, അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അധികാര സംവിധാനം അവരുടെ ഹെജമണി അല്ലെങ്കിൽ അവരുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു മീഡിയ നറേറ്റീവ് അതേ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുക്കുന്നു. ഇതിനെല്ലാം പുറമെ 2013 മുതൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് വളരെ കടുത്ത സാമ്പത്തിക ഉപരോധം വെനസ്വേലയ്ക്ക് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ക്യൂബയ്ക്ക് നേരെയുള്ള ഉപരോധം അല്ലെങ്കിൽ ഇറാന് മേലുള്ള ഉപരോധം. അപ്പോൾ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും അങ്ങേയറ്റം ക്രിപ്പിള് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല പഠനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ വെനസ്വേലയിൽ ഏർപ്പെടുത്തിയ ഈ സാമ്പത്തിക ഉപരോധം അവരുടെ പ്രധാന എണ്ണ കയറ്റുമതി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾ വെനസ്വേലയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറിയാൻ നിർബന്ധിതമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അതായത് ഒരു വളരെ ബോധപൂർവം നിർമ്മിക്കുന്ന ഒരു സോഷ്യൽ ക്രൈസിസ്, സാമൂഹ്യ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു നയം അമേരിക്ക പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കലിൻ്റെ അതിൻ്റെ ഒരു അവസാനത്തെ എന്ന് പറയല്ല, ഒരു പുതിയ എപ്പിസോഡാണ് ഈ പറയുന്ന കിഡ്നാപ്പിങ്. പക്ഷേ ഈ കിഡ്നാപ്പിങ് അമേരിക്കയിൽ അടക്കം തന്നെ ഇതിൻ്റെ ഫലം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയമുണ്ട്. ഇപ്പം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നതാണ് ഫോറിൻ പോളിസി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രസിദ്ധീകരണം. ഇപ്പോൾ ഫോറിൻ പോളിസിയിൽ ഇന്നലെ വന്ന ഒരു ലേഖനത്തിൽ, അവരുടെ ഒരു പ്രധാന ലേഖനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇത്
മഡൂറോയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു. കിഡ്നാപ്പ് ചെയ്തു എന്നല്ല, അങ്ങനെ ഒരു വാക്ക് പോലും അവർ ഉപയോഗിക്കില്ല. കിഡ്നാപ്പ് ചെയ്യുന്ന പറഞ്ഞ വാക്കൊന്നും ഉപയോഗിക്കില്ല. അദ്ദേഹത്തെ ഏതാണ്ട് അദ്ദേഹം സ്വയംഭൂവായിട്ട് ന്യൂയോർക്കിലേക്ക് എത്തി എന്നുള്ളൊരു മറ്റുള്ളൊരു ഭാഷയിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവസാനമല്ല, അത് വേറെ വലിയൊരു ക്രൈസിസിൻ്റെ തുടക്കമാണ്. ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്ന ഒരു വിഷയമായിരിക്കത്തില്ല എന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനവർ ഉദാഹരണമായിട്ടത് ഇത് ചെയ്യുന്നത് 2003 നേരത്തെ ജോർജ് ബുഷ് മറ്റേ ഇറാഖിൽ ചെന്നിട്ട് നമ്മൾ യുദ്ധം ജയിച്ചു എന്ന് പറയുകയും അവിടുത്തെ എന്ന് ഡിക്ലെയർ ചെയ്തതിന് തുല്യമായിട്ടാണ് ഇപ്പം ട്രംപ് കഴിഞ്ഞ 2-3 ദിവസമായി നടത്തുന്ന പ്രസ്താവനകളെ അവർ താരതമ്യപ്പെടുത്തുന്നത്. അപ്പം എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയ ഒരു ആശങ്കകളുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കിഡ്നാപ്പിങ്ങിന് ശേഷം ഇപ്പം വെനസ്വേലയിൽ ഇതുവരെ നോക്കിയിട്ട് വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ വളരെയധികം എന്താ പറയുന്ന ഉത്കണ്ഠാകുലരും ആശങ്കാകുലരും ഒക്കെ ആയിട്ടാണ്. ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോയിൽ അവിടെ നിന്നുള്ള ഒരു പ്രൊഫസർ പറയുന്ന ഒരു വിഷ്വൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വിഷ്വലിൽ പക്ഷേ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ അവരിപ്പം ഈ പ്രസിഡന്റിനെ അവിടെ നിന്ന് പോയെങ്കിലും ആ മഡൂറോ ഭരണകൂടത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ആളുകളും അവിടെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന കക്ഷി പ്രസിഡൻ്റായിട്ട് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ അങ്ങനെയുള്ള എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏത് തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ റോയിട്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് പ്രസിഡൻ്റായി അധികാരം ഏറ്റെടുത്ത അവർ ഇപ്പോൾ അമേരിക്കയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞതായിട്ടൊരു വാർത്തയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ഒരു ഇതില്ല, ഞങ്ങളുടെ പ്രസിഡൻറ്റിനെ പ്രസ്താവിക്കണമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ഡിഫൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റും അതനുസരിച്ചിട്ട് അതായിരുന്നു, നമ്മുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന നടപടികളെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. അതേസമയം ട്രംപ് ഇന്നലെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഈ വെനസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണകൂടം അമേരിക്കയുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഒരു ഭീഷണി അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഏത് നിലയിലാണ് ഉരുത്തിരിയുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഹരി നേരത്തെ ഉന്നയിച്ച ആ ചോദ്യമുണ്ടല്ലോ, അതായത് ഇൻ്റർനാഷണൽ ലോ എന്നെല്ലാം പറയുന്ന സംവിധാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഉള്ള ഒരു നടപടിയാണ് അമേരിക്ക നടത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് ഈ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു അമേരിക്കയുടെ ഇതുവരെയുള്ള സ്റ്റാൻഡേർഡിന് അപ്പുറം വരുന്ന വേറൊരു തരത്തിലുള്ള ഒരു പുതിയ കീഴ്വഴക്കം തന്നെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു അവിടെ നടന്നിട്ടുള്ളത്.